ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയെ 4Kയിലേക്ക് അപ്സ്കെയിൽ ചെയ്യാം. ആൻഡ് രണ്ടാമത്തെ കാര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോയെ കളർ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആൻഡ് ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഹിറ്റ്പോ വീഡിയോ എൻഹാൻസർ. ആൻഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ലിങ്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പം ഈ ഒരു വിൻഡോയിലേക്ക് വരും. ആൻഡ് ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഹിറ്റ്പോ വീഡിയോ എൻഹാൻസർ ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു വിൻഡോയിലേക്കാണ് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് വീഡിയോ എൻഹാൻസർ ചെയ്യാൻ വേണ്ടിയുള്ള ഫീച്ചർ മാത്രമല്ല ഉള്ളത്, നമുക്ക് വേറെ കുറേ ഫീച്ചേഴ്സും ഉണ്ട്. പെട്ടെന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഫീച്ചറാണ് AI ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ. നമ്മുടെ വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. വീഡിയോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക, എന്നിട്ട് റിമൂവ് ചെയ്യുക. ആൻഡ് അടുത്ത ഫീച്ചറാണ് വാട്ടർമാർക്ക് റിമൂവൽ. നമ്മുടെ വീഡിയോയിൽ വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ ഈ ഫീച്ചർ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അടുത്ത ഫീച്ചറാണ് മാജിക് സ്കൈ. ഈ ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കൈ റിമൂവ് ചെയ്തിട്ട് വേറെ സ്കൈ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI. സോ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീഡിയോയിലെ സ്കൈ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അടുത്ത ഫീച്ചറാണ് വീഡിയോ റിപ്പയർ. നമ്മൾ ഏതെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതിനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊരു ഹെഡേക്കാണ്, എക്സ്പെഷ്യലി വെഡ്ഡിങ് വീഡിയോസൊക്കെ ആണെങ്കിൽ. ബിക്കോസ് നമുക്കത് റീഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. സോ നമ്മുടെ വീഡിയോസ് കറപ്റ്റഡ് ആണെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ റിപ്പയർ ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. വീഡിയോസിൽ ഫ്ലിക്കറിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീഡിയോ കറക്റ്റായിട്ട് പ്ലേ ചെയ്യുന്നില്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വീഡിയോ ലാഗ് ആണെങ്കിൽ വീഡിയോയുടെ സൗണ്ട് റീസ്റ്റോർ ചെയ്യാൻ, വീഡിയോ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, വീഡിയോയിൽ ഗ്ലിച്ചസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം റിമൂവ് ചെയ്യാനും ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ നമുക്ക് വീഡിയോ റിപ്പയർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. സോ ഇത് ഹൈലി യൂസ്ഫുൾ ആണ്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ വീഡിയോ എൻഹാൻസർ ഫീച്ചറിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആൻഡ് ആദ്യം നമുക്ക് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. സോ ഞാൻ ഇവിടെ ഇമ്പോർട്ട് വീഡിയോ ഫയൽ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇമ്പോർട്ട് സെലക്ട് ചെയ്യാം. ആൻഡ് വീഡിയോ ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ആൻഡ് ആദ്യം നമുക്ക് വേണ്ട പോർഷൻസ് മാത്രം കട്ട് ചെയ്യാം. സോ ഞാൻ ഇവിടെ ട്രിം ചെയ്യാനുള്ള ടൂൾ എടുക്കുവാണ്. എന്നിട്ട് നമുക്ക് വേണ്ട പോർഷൻസ് മാത്രം എടുക്കാം. ഞാൻ ഇവിടെ 2 സെക്കൻഡ്സേ എടുക്കുന്നുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ദെൻ ഇവിടെ ഓക്കെ സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ക്വാളിറ്റി മോഡലിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ക്വാളിറ്റി, ദെൻ ബാലൻസ്, ദെൻ ഫാസ്റ്റ്. ആൻഡ് ഇവിടെ നമ്മൾ ക്വാളിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി കിട്ടും. ആൻഡ് ബാലൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറച്ച് കുറയും, പക്ഷേ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള പ്രോസസ്സിങ് കിട്ടും. ആൻഡ് ഫാസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യും, പക്ഷേ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. ഞാനിവിടെ ക്വാളിറ്റി തന്നെ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് പ്രീവ്യൂ സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ പ്രോസസ്സ് ആകുന്നുണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ്സ് ആയിട്ടുണ്ട്. നമുക്ക് റിസൾട്ട് നോക്കാം. ഞാൻ ഒന്ന് സൂം ചെയ്യുവാണ്. ആൻഡ് നമ്മളിവിടെ അപ്സ്കെയിൽ ചെയ്ത വീഡിയോയിൽ നോക്കുവാണെങ്കിൽ മനസ്സിലാവും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ നോയ്സും ഗ്രെയിൻസും കാര്യങ്ങളെല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒറിജിനൽ വീഡിയോ ആൻഡ് റൈറ്റ് സൈഡിൽ അപ്സ്കെയിൽ ചെയ്ത വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നില്ല, ബിക്കോസ് കുറച്ച് ടൈം എടുക്കും റെൻഡർ ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീഡിയോ അപ്സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അടുത്തായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഫീച്ചറാണ് ഫേസ് മോഡൽ. ആൻഡ് ഈ ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ മാക്സിമം ക്ലാരിറ്റി കൊണ്ടുവരാനും അതുപോലെ ഷാർപ്പൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് അടുത്ത ഫീച്ചറാണ് ആനിമേഷൻ മോഡൽ. ആൻഡ് ഈ ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് ആനിമേഷൻ വീഡിയോസ് റിപ്പയർ ചെയ്യാനും ക്വാളിറ്റി കൂട്ടാനുമാണ്. ആൻഡ് അത് കഴിഞ്ഞുള്ള ഫീച്ചറാണ് കളറൈസ് മോഡൽ. ആൻഡ് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസിനെ കളർ വീഡിയോസിലേക്ക് മാറ്റാൻ പറ്റും. നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. സോ ഞാൻ ഇവിടെ ഇമ്പോർട്ട് വീഡിയോ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. ആൻഡ് ഈ വീഡിയോയിൽ കുറച്ച് പോർഷൻസ് ഞാൻ ട്രിം ചെയ്യുവാണ്. സോ ഞാൻ ഇവിടെ ട്രിം ടൂൾ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു ഔട്ട്ഡോർ ഏരിയ ട്രിം ചെയ്തെടുക്കാം. ഞാൻ ഇത്ര ഏരിയ ട്രിം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ കളറൈസ് മോഡൽ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് പ്രീവ്യൂ എഫക്റ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല ഔട്ട്പുട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ഫീച്ചറാണ് കളർ എൻഹാൻസ്മെൻറ്റ് ഫീച്ചർ. ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിൽ കളേഴ്സ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അടുത്ത ഫീച്ചറാണ് ഫ്രെയിം റേറ്റ് എൻഹാൻസ്മെൻറ്റ് മോഡൽ. ആൻഡ് ഈ ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയുടെ ഫ്രെയിം റേറ്റ് 2x അല്ലെങ്കിൽ 4x ആക്കാൻ പറ്റും. ആൻഡ് അടുത്ത ഫീച്ചറാണ് സ്റ്റെബിലൈസ് മോഷൻ. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഷെയ്ക്കി ആയിട്ടുള്ള വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ഫീച്ചറാണ് ലോ ലൈറ്റ് എൻഹാൻസ്മെൻറ്റ്. ലോ ലൈറ്റിലെടുത്ത വീഡിയോസിൽ മാക്സിമം ഡീറ്റെയിൽസും കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസും കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു ഫീച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി നമുക്കിവിടെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് റൈറ്റ് നൗ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. 2024 ഒളിമ്പിക്സിലെ നിങ്ങളുടെ ഫേവറേറ്റ് കൺട്രിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ആൻഡ് വിന്നേഴ്സിന് കിട്ടുന്ന പ്രൈസസിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ. ആൻഡ് ഹിറ്റ്പോ വീഡിയോ എൻഹാൻസർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു ഒറ്റ സോഫ്റ്റ്വെയറിൽ നമ്മുടെ വീഡിയോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്.
സോ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക.